നമസ്കാരം. സ്വാർത്ഥമായ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി മുനമ്പത്തെ 600ഓളം വരുന്ന സാധാരണക്കാരായ ജനതയെ ചതിക്കുവാൻ വേണ്ടി കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ ഹൈബി ഈഡൻ MP ഇറക്കിയ പെർഫോമൻസ് ആണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ആളുകളെ എല്ലാ കാലത്തും പറ്റിക്കാമെന്ന കോൺഫിഡൻസിൽ അദ്ദേഹം അവിടെ കാണിച്ചു കൂട്ടിയതൊക്കെ തന്നെ എന്തായാലും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പൊളിച്ചെടുക്കിയിട്ടുണ്ട്. സംഭവം വിശദീകരിക്കാം. വഖഫ് ബില്ലിൽ രാത്രി വൈകിയും ലോക്സഭയിൽ ചർച്ചകൾ തുടർന്നിരുന്നു. ഒടുവിൽ അർദ്ധരാത്രിയോടെയാണ് വിഷയത്തിൽ തീരുമാനമായത്. ചർച്ചയ്ക്കിടെ ലോക്സഭയിൽ ഹൈബി ഈഡൻ MPയും കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും തമ്മിൽ കോർത്തിരുന്നു. മുനമ്പം വിഷയത്തിൽ ഹൈബിക്കെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത്. ഈ പശ്ചാത്തലത്തിൽ അല്പം വൈകാരികമായിട്ടാണ് ഹൈബി ലോക്സഭയിൽ പ്രസംഗിച്ചത്. ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങൾ തട്ടിയെടുക്കാൻ ശ്രമമെന്ന് ഹൈബി ഈഡൻ MP പറയുന്നു. വഖഫ് ബില്ലിന്മേൽ ചർച്ച പുരോഗമിക്കവെയായിരുന്നു ഹൈബി ഈഡന്റെ പ്രതികരണം. മുനമ്പം BJPക്ക് രാഷ്ട്രീയ വിഷയം മാത്രമാണ്, എന്നാൽ തനിക്ക് മുനമ്പം വ്യക്തിപരമായ വിഷയമാണെന്നും ഹൈബി ഈഡൻ പറയുന്നു. താനും മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ നിന്നാണ് വരുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഞാനും അവരിൽ ഒരാളാണെന്നും ഹൈബി പറയുന്നു. ഈ ബില്ല് വഴി മുനമ്പത്തുകാർക്ക് എങ്ങനെ ഭൂമി തിരിച്ചു കിട്ടുമെന്ന് വ്യക്തമാക്കണം. കേരളത്തിലെ മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങളെ അകറ്റാനാണ് BJPയുടെ ശ്രമം. മണിപ്പൂർ കത്തിയപ്പോൾ CBCI പറഞ്ഞത് സർക്കാർ എന്തുകൊണ്ട് കേട്ടില്ല? ആംഗ്ലോ ഇന്ത്യൻ സംവരണം ഇല്ലാതാക്കിയ സർക്കാരാണിതെന്നും ഹൈബി കുറ്റപ്പെടുത്തി. ചുരുക്കി പറഞ്ഞാൽ അവിടെയും തൊടാതെ ഇവിടെയും തൊടാതെയാണ് സാറിന്റെ പ്രതികരണം. മുനമ്പവും വഖഫ് ഭേദഗതിയും രണ്ട് വിഷയമാക്കിയ കൂട്ടർക്ക് പിന്നെ രണ്ടും തമ്മിലുള്ള ബന്ധം പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. ഇവരൊക്കെ ഇതാരെയാണ് പൊട്ടന്മാരാക്കാൻ നോക്കുന്നത് ആവും. KCBC ഭേദഗതിക്കൊപ്പം നിൽക്കാൻ പറഞ്ഞപ്പോൾ അത് പറ്റില്ല. അവരുടെ വോട്ടും വാങ്ങി ആ കസേരയിൽ ചെന്നിരുന്നിട്ട് ലീഗിനെ പിണക്കാനാവാതെ രണ്ടും കെട്ട അവസ്ഥയിൽ നിൽക്കുമ്പോൾ പറയുന്നതിൽ പരസ്പര ബന്ധം പോലും ഇല്ലെന്ന് ആരാ ഇദ്ദേഹത്തെ ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. എന്തായാലും പുള്ളി ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. സിമ്പിളാക്കി പറയാം. അടുത്ത തിരഞ്ഞെടുപ്പ് കിടക്കാൻ ഇവർക്കൊക്കെ വോട്ട് കിട്ടിയേ തീരൂ. അതിന് KCBC അടക്കം പിന്തുണയ്ക്കണം. പക്ഷേ പപ്പുമോനൊപ്പം നിൽക്കുകയും വേണം. കാലിന്റെ അടിയിലെ മണ്ണ് ഒലിച്ചു പോകിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ഹൈബി ഈഡന് മറുപടിയുമായി മന്ത്രി ജോർജ് കുര്യൻ രംഗത്തെത്തി. കോൺഗ്രസുകാർ 2014 ഇടുക്കി ബിഷപ്പ് ഹൗസ് ആക്രമിച്ച കേസ് പരാമർശിച്ചുകൊണ്ടായിരുന്നു ജോർജ് കുര്യന്റെ പ്രതികരണം. 2021 പാലാ ബിഷപ്പ് ഹൗസ് PFI ആക്രമിച്ചു. അന്ന് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ബിഷപ്പിനെതിരെ കേസെടുക്കാനാണ്. നരേന്ദ്രമോദിക്ക് മാത്രമേ മുനമ്പത്തുകാരെ രക്ഷിക്കാൻ സാധിക്കൂ എന്നും ജോർജ് കുര്യൻ പറയുന്നു. കേരളത്തിലെ ബിഷപ്പുമാർ മോദിയെ കാണാൻ എത്തുകയാണ്. നിങ്ങൾ വടക്കോട്ട് നോക്കിയിരിക്കൂ എന്നും ജോർജ് കുര്യൻ പരിഹസിച്ചു. അതേസമയം ജോർജ് കുര്യൻ ഇടപെട്ട് സംസാരിച്ചതിനെ KC വേണുഗോപാൽ വിമർശിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ജോർജ് കുര്യൻ സംസാരിച്ചതെന്ന് KC വേണുഗോപാൽ ചോദിക്കുന്നു. മന്ത്രി എന്ന നിലയിൽ ജോർജ് കുര്യന് സംസാരിക്കാമെന്നായിരുന്നു ചെയറിന്റെ മറുപടി. അതേസമയം വഖഫ് നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് UDF MPമാരായ ഹൈബി ഈഡന്റെയും ഡീൻ കുര്യാക്കോസിന്റെയും ഓഫീസിലേക്ക് BJP മാർച്ച് നടത്തിയിരുന്നു. കൊച്ചി കലൂരിൽ നിന്ന് ഹൈബി ഈഡന്റെ ഓഫീസിലേക്കായിരുന്നു മാർച്ച്. ഇടുക്കിയിലെ ചെറുതോണിയിലുള്ള ഡീൻ കുര്യാക്കോസിന്റെ ഓഫീസിലേക്കായിരുന്നു മറ്റൊരു മാർച്ച്. വഖഫ് അധിനിവേശത്തെ തുടർന്ന് കിടപ്പാടം നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ നിൽക്കുന്ന മുനമ്പം ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച കേരളത്തിൽ നിന്നുള്ള UDF LDF MPമാർ പാർലമെന്റിൽ ചെന്ന് വഖഫ് നിയമ ഭേദഗതിക്കെതിരെ സംസാരിക്കുന്നത് മുനമ്പം ജനതയോട് ചെയ്യുന്ന വഞ്ചനയാണ് എന്ന് BJP ദേശീയ കൗൺസിൽ അംഗമായ ഡോക്ടർ KS രാധാകൃഷ്ണൻ പറയുന്നു. കലൂർ മെട്രോ സ്റ്റേഷന് മുന്നിൽ നിന്നും ഹൈബി ഈഡന്റെ ഓഫീസിലേക്ക് ആരംഭിച്ച BJP മാർച്ചിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS ഷൈജു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ BJPയുടെ സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുത്തു. ഇടുക്കി സൗത്ത് ജില്ലാ കമ്മിറ്റിയാണ് ഡീൻ കുര്യാക്കോസിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. എന്തായാലും എല്ലാവരെയും എല്ലാ കാലത്തും പറ്റിക്കാമെന്ന് ആരും കരുതണ്ട. എന്തായാലും ഇത്തവണയും ഇന്ത്യൻ സഖ്യത്തിന് അടിതെറ്റി. അവർ പതിവൊന്നും തെറ്റിച്ചില്ല. കൂടാതെ വാദോരാതെ ഒരുപാട് വിഡ്ഢിത്തം വിളമ്പുകയും ചെയ്തു. പക്ഷേ ജനാധിപത്യ സ്നേഹികളായ കൂട്ടർക്കെല്ലാം തന്നെ നെല്ലും പതിരും തിരിച്ചറിയാം. ഇനിയും എത്ര കാലം പറ്റിച്ച് ജീവിക്കാമെന്നാണ് നിങ്ങൾ കരുതിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കേണ്ടത്. എന്തായാലും വിഷയത്തിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ. പുതിയൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.